നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത എയർ ഇന്ത്യ താൽക്കാലിക തൊഴിലാളി സുരേഷിന്റെ മൃതദേഹം എയർപോർട്ടിൽ പൊതുദർശനത്തിന് വച്ചു. യൂണിയൻ നേതാക്കളും സഹപ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. ചേന്നമംഗലം കവലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പണി പൂർത്തിയാക്കുന്നില്ല. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ പറവൂർ നഗരം. പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് കൊടികയറ്റി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടി കയറ്റിയതോടെ 3 നാൾ നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത എയർ ഇന്ത്യ താൽക്കാലിക തൊഴിലാളി സുരേഷിന്റെ മൃതദേഹം എയർപോർട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. യൂണിയൻ നേതാക്കളും സഹപ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ താൽക്കാലിക തൊഴിലാളി സുരേഷിന്റെ മൃതദേഹം എയർപോർട്ടിൽ പൊതുദർശനത്തിന് വച്ചു. യൂണിയൻ നേതാക്കളും സഹപ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. മേലുദ്യോഗസ്ഥൻ ജയചന്ദ്രൻ എന്ന സീനിയർ മാനേജറുടെ മാനസിക പീഡനം മൂലം മനം നൊന്താണ് സുരേഷ് ആത്മഹത്യ ചെയ്തതെന്ന് ആത്മഹത്യക്കുറിപ്പിൽ ഉള്ളതായി പറയുന്നു. പെരുമ്പാവൂർ ഒക്കലിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. വ്യാഴാഴ്ച രാത്രി 10-നും വെള്ളിയാഴ്ച വെളുപ്പിന് 3-നും ഇടയിലായിരുന്നു സംഭവം. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ ജയചന്ദ്രൻ എന്ന സീനിയർ മാനേജറുടെ ജോലി സ്ഥലത്തെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് BMA സെക്ഷനിലെ ജീവനക്കാരനാണ് മരണമടഞ്ഞ സുരേഷ്. ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണം എന്നാണ് INTUC യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം, ഈ ആത്മഹത്യ ചെയ്തതിന് തൊട്ട് മുൻപ് ഈ സ്ഥാപനത്തിൽ നടന്ന വളരെ നിന്ദ്യമായ തൊഴിൽ പീഡനത്തെക്കുറിച്ചും ശ്രീ സുരേഷിന് ലഭിക്കാൻ ഉള്ള നിരവധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ സ്ഥാപനം എയർ ഇന്ത്യ പൊതുവിൽ ടാറ്റ സ്വകാര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും അതുപോലെ തന്നെയുള്ള ചില ഓപ്പറേഷൻസ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കകത്തുള്ള തൊഴിൽ സേവന വേതന വ്യവസ്ഥകൾ അതൊന്നും ഇവിടെ സിയാലിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തൊഴിലാളികളെ മാത്രമല്ല, ഒരു സമൂഹത്തെ ആകമാനം അതിശയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലവിലുള്ളത്. തീർച്ചയായും ഈ മരണത്തെ സംബന്ധിച്ച്, ഈ ആത്മഹത്യയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിയാലും അന്വേഷണം നടത്തണം. കാരണം ഒരു തൊഴിലാളി അങ്ങനെ വളരെ പെട്ടെന്ന് ഇവിടുത്തെ തൊഴിൽ പീഡനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണ്. അതിലേക്ക് നയിച്ചത് ATCLലെ മാനേജ്മെൻറ്റും അവർ കാണിച്ച കൊടും ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ആത്മഹത്യ നടത്താൻ നിർബന്ധിതരായത്. അതേ സംബന്ധിച്ച് ആ കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതു വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ പേരിലും നിയമപരമായി വധശ്രമത്തിന് കേസെടുത്ത് സിയാലിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ കൂടി പ്രതി ചേർത്ത് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ, ഈ സിയാലിലെ മുഴുവൻ തൊഴിലാളികളും, അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി വരാനിരിക്കുന്ന ഉജ്ജ്വലമായൊരു പ്രക്ഷോഭത്തെ സിയാൽ നേരിടേണ്ടി വരും എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായി സർക്കാർ തലത്തിൽ അന്വേഷിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 3 ട്രേഡ് യൂണിയനുകളും നാളെ സംയുക്തമായി ഇരുന്ന് ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തും. കരാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം പീഡനം നേരിടുന്ന ഒരു സ്ഥാപനമാണ് സിയാൽ. കരാർ തൊഴിലാളികൾ അടിമ തുല്യമായി ഈ സിയാലിനകത്ത് ജോലി ചെയ്യുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ ഈ ആത്മഹത്യ. ഈ ആത്മഹത്യക്ക് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി പോലീസും അതുപോലെ തന്നെ സിയാലും മറ്റധികാരികളും എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ സിയാൽ ശക്തമായ നിലയിൽ ഈ കരാർ തൊഴിലാളികളോട് നീതിപൂർവകമായി
ഇടപെടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് അന്തസ്സായി ജോലി ചെയ്തു പോകാവുന്ന സാഹചര്യം സിയാലിൽ ഒരുക്കണമെന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ചേന്നമംഗലം കവലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പണി പൂർത്തിയാക്കുന്നില്ല. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ പറവൂർ നഗരം. അധികൃതരോട് സംസാരിച്ചപ്പോ അവർക്ക് ഒരു ധാരണയും ഇല്ല ഇതിനെ കുറിച്ചിട്ട്. അവര് ഫയർഫോഴ്സ് വരുന്നു, ടാങ്കറിൽ വെള്ളം അടിക്കുന്നു, എന്നിട്ടും വെള്ളം പോകാത്ത അവസ്ഥയിലാണ്. അവർക്കും ഒരു എന്ത് ചെയ്യണമെന്നില്ലാത്തൊരു ഗതിയിലാണ് സർക്കാർ നിൽക്കുന്നത്. ഈ ശരിക്കും ഈ കാണകൾ അങ്ങനെ ശുദ്ധീകരിച്ചിട്ടില്ല. ഏകദേശം ഇവിടെ വന്നിട്ട് ശുദ്ധീകരിച്ച് പോകാറായിരുന്നു. ഇവിടെ വരെ വന്ന് ഈ മെഡിക്കൽ ഷോപ്പിന്റെ കോർണർ വരെ വന്ന് ശുദ്ധീകരിച്ച് പോകുന്നത്. ഈ ഒരു പൊളി നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ കഴിഞ്ഞ ആഴ്ച ശക്തമായ മഴ വന്നപ്പോ ന്യൂസുകളിലൊക്കെ കച്ചേരിപ്പള്ളിയിലൊക്കെ വെള്ളം കയറി എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് സർക്കാർ ഇങ്ങനത്തെ ഒരു തൊട്ടത് അബദ്ധമായി എന്നുള്ള രീതിയിലേക്കാണ് അവര്. കാരണം തൊട്ടത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ഇപ്പൊ സർക്കാർ നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നൊക്കെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. ഇതിന് ഏകദേശം ഒരു 500 മീറ്റർ തോടണം. ആ തോട്ടിലോട്ട് വെള്ളം പോകാത്ത അവസ്ഥയാണ് ഈ കാണട ഈ അവസ്ഥ ഇങ്ങനെയുള്ളതുകൊണ്ട്. തിരക്കേറിയ പറവൂർ പട്ടണത്തിലെ ചേന്നമംഗലം കവലയിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുത്തിപ്പൊളിച്ചിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാത്ത നടപടി പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ജൂൺ 3 വിദ്യാലയങ്ങൾ കൂടി തുറന്നതോടെ ഈ ഭാഗത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കാനയിലേക്ക് തള്ളുന്നതായി തെളിഞ്ഞിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ ആവശ്യപ്പെട്ടു. നമുക്ക് ഈ പരിസര പ്രദേശത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് അനുഭവപ്പെടുന്ന സ്മെല്ല് കൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇതിലൂടെ ഒഴുകുന്നതായിട്ട്. അത് ഈ സ്കൂള് തുറന്ന് ജൂൺ 3-ാം തീയതിയൊക്കെ ഈ പരിസര പ്രദേശത്തുണ്ടാകുന്ന തിരക്ക്, അതുകൂടാതെ ഈ പറവൂരിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണത്. ഈ ജംഗ്ഷനിൽ രാത്രികാലത്ത് അവർക്ക് വർക്ക് നടത്തി ആ വർക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് സൗകര്യം. ഇത്രയേറെ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിനെ ഇവിടെയുള്ള ഈ PWD ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളോ വകവെക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കോട്ടെ, പക്ഷേ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന സമീപനമാണ് നമുക്കിപ്പോ ഈ വിഷയത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു 4 മണിക്ക് ശേഷം ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ഉണ്ടാകുന്ന തിരക്ക് എന്തായിരിക്കും ഈ ജംഗ്ഷനിൽ? പറവൂരിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനുകളിലൊന്നാണ്. അവിടെ വരെ നിർമ്മാണ പ്രവർത്തനം പട്ടാപ്പകൽ നടത്തുമ്പോൾ മനഃപൂർവ്വം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കണക്കാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം. രാത്രി സമയത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി തിരക്കില്ലാത്തപ്പോൾ നടത്തിയാൽ ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടല്ലോ. പക്ഷെ അതിനൊന്നും ഇവിടെ PWDയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ആരും തയ്യാറല്ല. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ വ്യാപാരികൾ പറഞ്ഞതും ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പറഞ്ഞതും അനുസരിച്ച് വല്ലാത്തൊരു സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ ഈ കാനയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ആരെങ്കിലുമൊക്കെ പുറന്തള്ളുന്നുണ്ടാകും. അത് പരിശോധിക്കേണ്ടത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ്. അത് പരിശോധിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് പരിശോധിച്ച് കൃത്യമായ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് കൊടി കയറ്റി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടി കയറ്റിയതോടെ 3 നാൾ നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുരക്ത അഭിഷേകം ലഭിച്ച പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വർണ്ണാഭമായ തുടക്കമായി. 100 കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടി കയറ്റിയതോടെ 3 ദിവസം നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി.
ഡോൺ ബോസ്കോയുടെ ഈ ദേവാലയത്തിൽ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് കൊടിയുയർത്തുന്ന നമുക്ക് ഈ തിരുനാളിൻ്റെ സുഗമമായ പൂർത്തീകരണത്തിന് വേണ്ടിയും ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റുമാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയും നമ്മുടെ ഈ തിരുനാളിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുഹൃദയത്തിന്റെ തിരുനാൾ എന്ന് പറയുന്നത് വലിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തിരുനാളാണ്. ദൈവപിതാവ് ശ്വാസം എല്ലാവർക്കും നൽകിക്കൊണ്ട് തന്റെ സ്നേഹം പ്രകടമാക്കി. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവിക ശ്വാസം നമുക്ക് നൽകിയതുകൊണ്ടാണ്. പുത്രനായ ഈശോ നമുക്ക് ശരീരം നൽകിക്കൊണ്ട് നമ്മൾ പറയുന്നത് ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് തൻ്റെ ശരീരം നമുക്ക് മുറിച്ചു തന്നുകൊണ്ട് നമ്മോട് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ആയിരിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായകനായ ആത്മാവിനെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാളും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കാനുള്ളവരാണ് നമ്മളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി വചന പ്രഘോഷണം നടത്തി. വികാരി ഫാദർ ജോയ് കല്ലറയ്ക്കൽ, ഫാദർ ബിനോയ് കോണത്ത്, ഫാദർ ബിനു പടമാട്ടുമ്മൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പാരിഷ് കൌൺസിൽ അംഗങ്ങൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ കാഴ്ച സമർപ്പണം നടത്തി. കൂട്ടുതിരുനാൾ ദിനമായ ജൂൺ 9 ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ച നടക്കും. 10:15 കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി നേർച്ച സദ്യ ആശീർവദിക്കും. തുടർന്ന് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദീപബലി നടക്കും. തിരുനാൾ ജീവകാരുണ്യ ഫണ്ട്, ക്രിസ്റ്റഫർ ജോയ് പുരസ്കാരം, തോമസ് ആത്തപ്പള്ളി വിദ്യാഭ്യാസ ഫണ്ട് വിതരണം എന്നിവ ബിഷപ്പ് നിർവഹിക്കും. വിമാനത്താവളത്തിലൂടെ ഓമന മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം നിലവിൽ വന്നു. കൊച്ചിയിൽ നിന്നും ലൂക്ക എന്ന നായ്ക്കുട്ടി ദോഹ വഴി ദുബായിലേക്ക് പറന്നു. സിയാലിൽ നിന്ന് ലൂക്ക പറന്നു. കൊച്ചി വിമാനത്താവളത്തിലൂടെ ഓമന മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാം. കൊച്ചി വിമാനത്താവളത്തിലൂടെ ഓമന മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം നിലവിൽ വന്നു. വ്യാഴാഴ്ച പുലർച്ചെ ലാസ ആപ്സോ ഇനത്തിൽപ്പെട്ട ലൂക്ക എന്ന നായ്ക്കുട്ടിയാണ് ആദ്യമായി കൊച്ചിയിൽ നിന്ന് ദോഹ വഴി ദുബായിലേക്ക് പറന്നത്. ഖത്തർ എയർവേസിലാണ് ലൂക്ക കൊച്ചിയിൽ നിന്നും ദോഹയിലെത്തിയത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ രാജേഷ് സുശീലൻ, കവിത രാജേഷ് ദമ്പതിമാരുടെ ഓമനയാണ് ലൂക്ക. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് സിയാലിന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെ ഈ സൗകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, വൈറ്റനറി ഡോക്ടർമാർ, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം, മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ സിയാലിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത എയർ ഇന്ത്യ താൽക്കാലിക തൊഴിലാളി സുരേഷിന്റെ മൃതദേഹം എയർപോർട്ടിൽ പൊതുദർശനത്തിന് വച്ചു. യൂണിയൻ നേതാക്കളും സഹപ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. ചേന്നമംഗലം കവലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പണി പൂർത്തിയാക്കുന്നില്ല. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ പറവൂർ നഗരം. പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് കൊടികയറ്റി. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൊടി കയറ്റിയതോടെ 3 നാൾ നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം എൽജി വിഷനിൽ. നമസ്കാരം.